ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മട്ടൻ ബിരിയാണിയാണ്. വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഞാൻ ഹസീന നാസർ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഗസ്റ്റൊക്കെ വരുന്നെന്നറിയുമ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ മട്ടൻ ബിരിയാണി റെഡിയാക്കിയിരിക്കുന്നത്. നമുക്ക് ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു കുക്കറിലേക്ക് കഴുകി ക്ലീനാക്കിയ 750 ഗ്രാം മട്ടനാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. മട്ടൻ ബിരിയാണിക്കൊക്കെ എടുക്കുമ്പോൾ എല്ലും കുറച്ച് നെയ്യും കൂടുള്ള പീസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 3/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് പിഴിഞ്ഞതും കൂടി ചേർത്ത് എല്ലാം ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഇറച്ചിയിലുള്ള വെള്ളം കൊണ്ട് തന്നെ വെന്ത് വന്നോളൂ. ഇനി അഥവാ അടിയിൽ പിടിക്കുമെന്ന് പേടിയുള്ളവരാണെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. കുക്കറെ അടപ്പ് കൊണ്ട് അടച്ച് സ്റ്റൗവിൽ വെച്ച് 5 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. 20 മിനിറ്റിന് ശേഷമാണ് കുക്കർ തുറന്ന് നോക്കുന്നത്. ഈ സമയം കൊണ്ട് ഇറച്ചി ഒരു 90% വെന്ത് വന്നിരിക്കും. ഒരു കടായി അടുപ്പിൽ വെച്ച് കൊടുത്ത് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 5 സവാള ചെറുതായിട്ട് സ്ലൈസ് ആക്കിയത് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇറച്ചിയിൽ നമ്മൾ 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ സവാളയൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. സവാള നല്ലവണ്ണം മൂത്ത് വരണ്ട, കളറ് മാറിയൊന്ന് വഴന്ന് വരാനായിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. ഈ സമയം മിക്സിയുടെ ജാറിൽ ഒരു 8 പച്ചമുളകൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ഈ സമയത്ത് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 1 കുടം വെളുത്തുള്ളിയും ചതച്ചെടുക്കണം. സവാള വഴന്ന് വന്നോന്ന് നോക്കാം. സവാള ആവി കയറി നല്ലവണ്ണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മട്ടൻ വേവിക്കാൻ വെച്ചപ്പോഴും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. മിക്സിയിൽ ചതച്ചെടുത്ത പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയും ഒക്കെ പച്ച ടേസ്റ്റ് മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴന്ന് ബ്രൗൺ കളർ ആകുന്നിടം വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 വലിയ തക്കാളി നീളത്തിൽ സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലവണ്ണം വെന്തൊന്ന് ഉടഞ്ഞു വരണം. അതിനായിട്ട് പാത്രം ഒരു ലിഡ് വെച്ച് അടച്ചു കൊടുക്കാം. തക്കാളിയെല്ലാം നല്ലവണ്ണം വെന്തൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മട്ടൻ വേവിക്കാൻ വെച്ചപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 8 പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമായ രീതിയിൽ ബിരിയാണിക്ക് എരിവുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ ആവശ്യമുള്ളവരാണെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് ഈ പൊടികളുടെ എല്ലാം പച്ച ടേസ്റ്റ് മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. 1 പിടി മല്ലിയില അരിഞ്ഞതും 3/4 പിടി പുതിനയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പുതിനയില മല്ലിയിലയെക്കാളിലും കുറച്ച് കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ചെറിയ തീയിൽ വെച്ച് ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. മല്ലിയിലയും പുതിനയിലയും തൈരും എല്ലാം സവാളയുടെ കൂട്ടിൽ നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ചേർത്ത് കൊടുക്കാം. മട്ടനിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ വെന്ത് വന്നപ്പം കുറച്ച് ഗ്രേവിയുണ്ട്.
നിങ്ങൾ വേവിക്കുമ്പോൾ മട്ടനിൽ വെള്ളം കുറവാണെങ്കിൽ അരക്കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഗ്രേവിയിൽ കിടന്ന് മട്ടൻ ഒന്നും കൂടി തിളച്ച് നല്ലവണ്ണം ഒന്ന് വെന്ത് വരും. ഈ ഗ്രേവിയിലെ ഫ്ലേവറെല്ലാം മട്ടനിലേക്ക് നല്ലവണ്ണം ഒന്ന് പിടിച്ചു വരികയും ചെയ്യും. ഗ്രേവിയിലെ വെള്ളമെല്ലാം ഒന്ന് പറ്റി വരാനായിട്ട് പാത്രം അടച്ചു കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ റൈസ് വേവിച്ചെടുക്കാം. ഞാനിവിടെ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. 3 കപ്പ് കൈമ റൈസ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ കൈമ റൈസ് തീരെ ചെറിയ അരിയാണ്. ഞാനിത് കുതിർത്തൊന്നും വെക്കുന്നില്ല, വാഷ് ചെയ്ത ശേഷം നേരിട്ടങ്ങ് വേവിക്കുവാണ്. ഒരു പാത്രത്തിൽ 3/4 ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ബേ ലീഫും 4 കഷ്ണം പട്ടയും 6 കഷ്ണം ഗ്രാമ്പൂവും 3 തക്കോലവും 4 കഷ്ണം ഏലക്കയും വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അരിയിടാം. അതിനായിട്ട് ഒരു അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കാം. വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും 1 കഷ്ണം ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങയുടെ കുരുവെല്ലാം കുത്തി കളഞ്ഞതിന് ശേഷമേ പിഴിഞ്ഞു കൊടുക്കാവേ. ചോറ് ഒന്നിനോടൊന്നൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഓയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിന ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അരി ഇട്ട് കൊടുത്ത ശേഷം തവികൊണ്ട് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം തിളച്ച് വരാനായിട്ട് അടപ്പ് കൊണ്ട് പാത്രം അടച്ചു കൊടുക്കാം. അരി ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. അതിനുശേഷം അരി വെന്ത് വരാനായിട്ട് അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. ഇപ്പോൾ അരി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഒരു 80% വെന്ത് വന്നാൽ മതി. ബാക്കി ദം ഇടുമ്പോൾ അതിൽ കിടന്ന് വെന്തുകൊള്ളും. ചോറ് വെള്ളത്തിൽ നിന്നും കോരി ഇനി ഒരു സ്റ്റെയിനറിലോട്ട് മാറ്റാം. ചോറെല്ലാം ഒരു സ്റ്റെയിനറിലോട്ട് കോരി മാറ്റിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് മട്ടനിലുള്ള ഗ്രേവി എല്ലാം പറ്റി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ബിരിയാണി ദം ചെയ്തെടുക്കാം. മട്ടൻ മസാലയിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. ചോറിട്ട് കൊടുത്ത ശേഷം എല്ലാം ഒന്ന് നല്ലവണ്ണം ലെവലാക്കിയെടുക്കാം. ഒരു ലെയർ ചോറിട്ട് കൊടുത്ത ശേഷം അതിൻ്റെ പുറത്തേക്ക് ഗരം മസാല പൊടിയും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കാഷ്യൂ നട്ടും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് മല്ലിയിലയും പുതിന ഇലയും കൂടി വിതറി കൊടുക്കാം. അടുത്ത ലെയറായിട്ട് ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ മസാലപ്പൊടിയും നെയ്യും ഫ്രൈ ചെയ്ത ഉള്ളിയും കാഷ്യൂനട്ടും മുന്തിരിയും അരിഞ്ഞ മല്ലിയിലയും പുതിന ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. ബിരിയാണി ദം ചെയ്യുന്നതിന് വേണ്ടി ഒരു പഴയ നോൺ സ്റ്റിക്ക് പാന് ചൂടാക്കിയിട്ട് അതിലേക്കാണ് ബിരിയാണി പാത്രം എടുത്ത് വെക്കുന്നത്. ചെറിയ തീയിൽ 20 മിനിറ്റ് ബിരിയാണി ദം ചെയ്തെടുക്കണം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടപ്പ് മാറ്റി ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. കൂട്ടുകാരെ, നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണേ. ബിരിയാണി വിളമ്പുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ബിരിയാണിയിലേക്ക് കളറോ മറ്റ് കെമിക്കൽസോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ബിരിയാണി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.